ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ കണ്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് എൻ്റെ ഡിന്നർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് കേട്ടോ. ആക്ച്വലി ഇതെൻ്റെ ഡിന്നർ മാത്രമല്ല, നെക്സ്റ്റ് ഡേയിൽ ഞങ്ങളുടെ ലഞ്ച് കൂടിയാണ് കേട്ടോ. ഇത് തലേ ദിവസം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് വളരെ ഈസിയാണ് എൻ്റെ കുക്കിംഗ്. രാവിലെ വലിയധികം പണികളൊന്നും വരാറില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ലഞ്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. അതൊന്ന് ചൂടാക്കി എടുക്കേണ്ട ഒരു പണി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. എനിക്ക് എൻ്റെ വർക്ക് കുറച്ച് ഈസി ആക്കാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ പയർ മെഴുക്ക് പുരട്ടിയും സാമ്പാറുമാണ് കേട്ടോ. പയറിന് ചിലയിടത്ത് അച്ചിങ്ങ എന്നും പറയാറുണ്ട്, നമ്മൾ അച്ചിങ്ങ എന്ന് പറയും കേട്ടോ. അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും സാമ്പാറും മത്തി വറുത്തതുമാണ്. അപ്പോൾ ഞാൻ പയറൊക്കെ നല്ലതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മുടെ പയർ, സവാള, പച്ചമുളക് അരിഞ്ഞ ഒരു കറിക്ക് ആവശ്യമായ സാധനങ്ങളില്ലാത്ത ഞാൻ പാനിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഇളക്കി വെക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ആദ്യം ചെയ്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഫുള്ള് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ മൊത്തം പയർ കാര്യങ്ങളെല്ലാം ഒന്ന് ചൂടാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിടുക. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി കുക്ക് ചെയ്യാം. പിന്നെ ഫ്ലേവറിന് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് സൈഡിൽ ഇരുന്ന് കുക്കാവട്ടെ. ഈ ടൈമിൽ തന്നെ അത്യാവശ്യം അത് പയർ നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ സമയത്തേക്ക് നമുക്ക് സാമ്പാർ അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കഴുകി വെച്ചിരുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു. ആ പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഞാൻ കഷ്ണങ്ങളിട്ട് വേവിക്കുന്നത്. ചിലർ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നീട് കഷ്ണങ്ങൾ വേവിച്ച് സാമ്പാർ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങളും പരിപ്പും എല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് വേവിക്കുക. എന്തായാലും അവർ ഒന്നിച്ച് വേകാനുള്ളവരാണ്, ഒന്നിച്ച് ഒരു കറി ആവാനുള്ളവരാണ്. അവർ പിന്നെ നമുക്ക് വേർപെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പരിപ്പ്, സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചിട്ടു. ആവശ്യത്തിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. എനിക്ക് സാമ്പാർ പൊടിയും അച്ചാർ പൊടിയും ബ്രാഹ്മിൺസ് അല്ല അതുപോലെ ഒരു കമ്പനി നമ്മളോട് സ്യൂട്ട് ആവുന്നില്ല. എനിക്കത് മാത്രം, അതില്ലെങ്കിൽ ഞാൻ സാമ്പാർ വയ്ക്കില്ല, അച്ചാറും വയ്ക്കില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ആവശ്യത്തിന് സാമ്പാർ പൊടി ഞാനിപ്പോൾ ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് അതൊന്ന് അടച്ചു വെച്ച് അതവിടെ വേകട്ടെ എന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മത്തിക്കുട്ടനെ വൃത്തിയാക്കാം. അപ്പോൾ മത്തി ഞാൻ ക്ലീൻ ചെയ്ത് വാങ്ങാറില്ല. എനിക്ക് എന്തോ അങ്ങനെ ക്ലീൻ ചെയ്ത് വാങ്ങുന്നത് മീൻ ഇഷ്ടമല്ല. വീണ്ടും എനിക്കൊന്നുകൂടെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ ഫ്രഷ് മത്തിയാണ് വാങ്ങുക. അത് എനിക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അതൊരു വല്ലാത്ത സുഖമാണെന്ന് എല്ലാവരും പറയും. പക്ഷെ എനിക്കെന്തോ മീൻ വെട്ടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ്. എന്ത് മത്തിയിൽ നിറയെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല വലിയ മുട്ട. എനിക്കാണ് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുട്ടയും വൃത്തിയാക്കി എടുത്തു, മത്തിയും നല്ല കഴുകി വൃത്തിയാക്കി അപ്പോൾ കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമുക്ക് കറിക്ക് സാമ്പാറുണ്ടല്ലോ. അപ്പോൾ കുറച്ച് മത്തി എടുത്ത് നല്ലോണം വരവിട്ടിട്ട് അതിലേക്ക് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം തേച്ച് ഒരു മസാല സെറ്റ് ചെയ്ത് കുറച്ച് നേരം അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം ഞാൻ നമ്മുടെ പയറിളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ സാമ്പാറിൻ്റെ വിസിലോട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ ഏകദേശം വെന്തു, കഷ്ണങ്ങൾ ഏകദേശം വെന്തു തോന്നിയപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇനി ഫുൾ അതിൻ്റെ എയർ പോട്ടെ. ആ എയർ പോയതിന് ശേഷം നമുക്ക് സാമ്പാർ മിക്സിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്തേക്ക് നമുക്ക് മത്തീനെ മുളകിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്താലേ മസാല എല്ലാം അതിലേക്ക് പിടിക്കത്തുള്ളൂ. കുറച്ച് മീൻ ഞാനെടുത്ത് മാറ്റിയിട്ട് നാളത്തേക്ക് പിന്നെ കറി വയ്ക്കാമല്ലോ. അപ്പോൾ ആവശ്യത്തിന് മീൻ വറക്കാൻ ആവശ്യത്തിന് എടുത്ത് അതിലേക്ക് മസാലയെല്ലാം തിരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ പയർ ലോ ഫ്ലെയിമിൽ ഇട്ടത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ചോട്ടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതായി ഒരു പരുവാകുന്നുണ്ട്. ഓയിലുണ്ട്, പക്ഷേ എന്നാൽ ഒരുപാട് ഓയിലി ആയിട്ടല്ല. അങ്ങനെയാണ് ആ ഒരു മെഴുക്ക് പുരട്ടി സെറ്റാകുന്നത്. മസാലയൊക്കെ ഇട്ട് അതൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. പിന്നെ മത്തി വറുത്തെടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മീൻ മുട്ട വറുത്തെടുക്കാൻ. മത്തി വറുക്കുന്നതിനേക്കാൾ എക്സൈറ്റഡ് മീൻ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിൽ മീൻ മുട്ടയ്ക്ക് എന്താ പറയുന്നതെന്ന് പറയണേ. കാരണം എൻ്റെ ഹസ്ബൻഡ് കണ്ണൂരാണ്. ആളുടെ നാട്ടിൽ ഇതിന് എണറ് എന്നാണ് പറയുക. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വേർഡ് കേൾക്കുന്നത്. എനിക്ക് ആദ്യം എണറ് എന്ന് പറയുന്ന സാധനം എന്താണെന്നും കൂടെ അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ മത്തിയുടെ മുട്ടയ്ക്കാണ് എണറ് എന്ന് പറയുന്നതെന്നുള്ളത് മനസ്സിലായത്. അപ്പം നിങ്ങളുടെ നാട്ടിലിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ എടുക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ ഞാൻ നല്ല
പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മത്തിക്കുട്ടന്മാരെ എണ്ണ ചൂടായപ്പോൾ മത്തിക്കുട്ടന്മാരെ പെറുക്കിയിട്ട് അവരവിടെ സൈഡിൽ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ചീനിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതിനുള്ളിൽ നമ്മൾ സാമ്പാർ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. കഷ്ണങ്ങൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് ഉടച്ചു കൊടുത്താൽ ആ സാമ്പാറിനൊരു കൊഴുപ്പ് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ചിലർ ഉടയ്ക്കാറില്ല, അങ്ങനെ തന്നെ ഇടാറുണ്ട്. എനിക്കെന്തോ അങ്ങനെ വെക്കുന്ന സാമ്പാറിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് കഷ്ണങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ സാമ്പാർ കൂടി കുറച്ചിട്ടിട്ടാണ് കഷ്ണങ്ങൾ വേവിച്ചത്. ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടി കൂടി ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കറക്റ്റ് വേകാനുള്ള അത്ര വെള്ളം ഒഴിച്ചിട്ടാണ് കുക്കറിൽ വെച്ചിരുന്നത്. അപ്പോൾ സാമ്പാർ വെള്ളം കുറവായപ്പോൾ പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വാളംപുളി ഞാൻ ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാളംപുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഈ സാമ്പാറിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായി ചിലർ തക്കാളി ചേർക്കുന്നത് കൊണ്ട് തന്നെ സാമ്പാറിലേക്ക് വീണ്ടും പുളി പിഴിഞ്ഞൊഴിക്കാറില്ല. പക്ഷേ ഞാൻ തക്കാളി ചേർക്കുമെങ്കിലും എനിക്ക് കുറച്ച് വാളംപുളി കൂടി പിഴിഞ്ഞൊഴിത്താൽ ആ ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. നല്ലതുപോലെ ഇളക്കി ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതിട്ടതിന് ശേഷം സാമ്പാർ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ദോശയാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് സാമ്പാറാക്കിയത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള പണിയും കൂടി ഈസി ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ചോറുണ്ടട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ, മീൻ വറുത്തത്, പയർ മെഴുക്കുവരട്ടി, മീൻ മുട്ട വറുത്തത്, കൂടാതെ എൻ്റെ സ്പെഷ്യൽ മാങ്ങാച്ചാറും കൂടി ഇട്ടു കേട്ടോ. മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.